എൻ്റെ പേര് രാജു ജോർജ്. പൊതുവിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് NM രാജു എന്നുള്ള പേരിലാണ്. അതുകൊണ്ടാണ് രണ്ട് പേര് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ നെടുമ്പറമ്പിൽ ഫിനാൻസ് അല്ലെങ്കിൽ NCS ഗ്രൂപ്പ് എന്ന് പറയുന്ന വിവിധ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞങ്ങളിവിടെ ഞാൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്ത്രിയുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആണ് ഇട്ടിരിക്കുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുകയുണ്ടായി. ആ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റായിരിക്കുന്ന ആരോപണമാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിയുടെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആരുടെയും 1 രൂപ പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുവാനിടയായത്. മനസ്സിലായല്ലോ? തന്ത്രിയുടെ 1 രൂപ പോലും എൻ്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ നടത്തി വന്ന സ്ഥാപനം തകർച്ച നേരിട്ടു. അതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ നടപടികൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സ്ഥാപനം പുനരുജ്ജീവിപ്പിച്ച് എൻ്റെ ഇടപാടുകാരായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയും ഈ സ്ഥാപനത്തെ ഭാവിയിൽ വളർത്തി എടുത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുമുള്ള നടപടിക്രമങ്ങൾ നടത്തണം എന്നുള്ളത് എൻ്റെ അത്യധികമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ചിന്തിക്കാം, കേരളത്തിൻ്റെ ഒരു പൊതുചരിത്രം വെച്ചുകൊണ്ട് തകർന്നു പോയ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന തകർന്നു പോയ ഒരു സ്ഥാപനം അത് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരികെ നടത്തിക്കൊണ്ട് വരുവാൻ അത് പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ള സംശയം പൊതുവെ ഉണ്ടാകാം. ഞാൻ അതിനെ തെറ്റു പറയുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ ഇടപാടുകാരുടെ എല്ലാവരുടെയും പണം കൊടുക്കുക എന്നുള്ളതാണ്. അതെനിക്ക് കൊടുക്കണം. പക്ഷെ കൊടുക്കുക എന്നുള്ളത് ലബോറിയസ് ടാസ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ പറഞ്ഞ വ്യാജ ആരോപണങ്ങൾ വന്നത്. ആ വ്യാജ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗതിവേഗം കുറയ്ക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വീണ്ടും രംഗത്ത് വരാൻ പാടില്ല എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാനങ്ങനെ സംശയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു തീർത്ത് ഒരു പുതിയ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ്. അതിന് ചില ഗ്രൂപ്പുകളുമായിട്ടെല്ലാം ഞങ്ങൾ കാര്യങ്ങൾ ഇടപെട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാന ഘട്ടത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ മുൻപിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് സാഹസപ്പെട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെയുള്ള നിയമ നടപടികൾ നേരിടുന്ന ഒരു വ്യക്തി ഇന്ന് ഇതുപോലെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയില്ല. ഞാൻ സാഹസപ്പെട്ട് ഇതിൻ്റെ എല്ലാ തിക്തവശങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വന്നത് എൻ്റെ ഈ സാഹചര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിയുടെ പണം
ഞങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഗ്രൂപ്പിലെ ഒരു സ്ഥലങ്ങളിലോ ഉണ്ടായിരുന്നില്ല. അത് ആരോപണം വ്യാജമാണ്.